ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് റിയാക്ട് നേറ്റീവ് ഡ്രോവർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ്. ഡ്രോവർ എന്ന് വെച്ചാൽ നമ്മളൊരു സൈഡ് മെനു ആണ്. അപ്പോൾ ആ മെനുവിൽ നമ്മൾ സ്ക്രീൻസ് ആഡ് ചെയ്തിട്ട് ആ മെനുവിൽ നിന്ന് നമുക്ക് മറ്റ് സ്ക്രീനിലേക്കുള്ള നാവിഗേഷനാണ് ഡ്രോവർ നാവിഗേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ആപ്പ് റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രീവിയസ്ലി ഉള്ള കോഡെല്ലാം റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സേഫ് ഏരിയ വ്യൂ ഉണ്ട്. അതിൻ്റെ പേര് ഈ ഹോം സ്ക്രീൻ എന്നാണ്. ആ ടൈറ്റിലും നമ്മളവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രോവറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് റിയാക്ട് നാവിഗേഷനിൽ വന്നിട്ട് നാവിഗേറ്റേഴ്സിൻ്റെ അണ്ടറിൽ ഡ്രോവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വരുവാണെങ്കിൽ നമുക്ക് ഡ്രോവർ നാവിഗേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡ്രോവർ എന്നുദ്ദേശിക്കുന്നത്. നമുക്കൊരു ബട്ടണുണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഡ്രോവർ ഓപ്പൺ ആകും. അതിൽ നമുക്ക് സ്ക്രീൻസ് ആഡ് ചെയ്യാൻ പറ്റും. ആ ഓരോ ബട്ടൺസിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പോണൻറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ റിയാക്ട് നാവിഗേഷൻ /ഡ്രോവർ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഇൻസ്റ്റാൾ ചെയ്യാം. പാക്കേജ് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അടുത്തൊരു പാക്കേജ് എന്ന് പറഞ്ഞാൽ റിയാക്ട് നേറ്റീവ് റീആനിമേറ്റഡ് എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻസി കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഇവർ പറഞ്ഞേക്കുന്ന റിയാക്ട് നേറ്റീവ് ജസ്റ്റർ ഹാൻഡ്ലർ എന്ന് പറയുന്ന ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. നമ്മൾ സ്റ്റാക്ക് നാവിഗേറ്റർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ റീആനിമേറ്റഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ആഡ് റിയാക്ട് നേറ്റീവ് റീആനിമേറ്റഡ് ഇൻസ്റ്റാൾ ചെയ്യാം. റീആനിമേറ്റഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ റീആനിമേറ്റഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ ഒരു പ്ലഗിൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ പ്ലഗിൻ babel.config.js എന്ന് പറയുന്ന ഫയലിനകത്താണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ babel.config.js എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ ഈ പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ട്. റീആനിമേറ്റഡിൻ്റെ പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് എങ്ങനെ ഡ്രോവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് പുതിയൊരു ഫയൽ ആഡ് ചെയ്യാം. ഡ്രോവർ navigator.js എന്ന് പറയുന്നൊരു ഫയൽ ആഡ് ചെയ്യാം. അതിൽ നമുക്കൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഡ്രോവർ കമ്പോണൻ്റാണ്. അപ്പം നമ്മൾ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ കോൺസ്റ്റ് ഡ്രോവർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനകത്തേക്ക് നമ്മൾ റിയാക്ട് നാവിഗേഷൻ /ഡ്രോവർ എന്ന് പറയുന്ന ഡിപ്പെൻഡൻസിക്കകത്ത് നിന്നും ക്രിയേറ്റ് ഡ്രോവർ നാവിഗേറ്റർ എന്നൊരു ഫങ്ഷനെ കോൾ ചെയ്യുന്നു. ക്രിയേറ്റ് ഡ്രോവർ നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ നമ്മൾ ഈ ഡ്രോവർ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രോവറിൽ നിന്ന് ഡ്രോവറിനകത്ത് നിന്ന് നമുക്കൊരു നാവിഗേറ്റർ കിട്ടും. ആ നാവിഗേറ്ററിനകത്തായിരിക്കണം നമ്മുടെ ഡ്രോവറിൻ്റെ ഉള്ളിലെ സ്ക്രീൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്ക്രീൻസ് ആഡ് ചെയ്തതുപോലെ തന്നെ സ്ക്രീൻ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി 2 സ്ക്രീൻ ആഡ് ചെയ്യാം. ഡ്രോവർ
സ്ക്രീൻ 1.js ഒരു സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ക്രീൻ കൂടെ ആഡ് ചെയ്യാം. ഡ്രോവർ സ്ക്രീൻ 2.js. നമ്മൾ 2 സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 സ്ക്രീനെ ഇനി ഡ്രോവർ നാവിഗേറ്ററിനുള്ളിലേക്ക് കൊടുക്കണം. അപ്പം നമ്മൾ ഈ സ്ക്രീൻ, അതായത് ഡ്രോവർ.സ്ക്രീൻ എന്നുള്ള കമ്പോണൻറ്റിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള 2 പ്രോപ്പാണ്. ഒന്ന് നെയിം നമ്മൾ കൊടുക്കുന്നത് ഡ്രോവർ സ്ക്രീൻ 1, അതുപോലെ കമ്പോണൻറ്റ് കൊടുക്കുന്നത് ഡ്രോവർ സ്ക്രീൻ 1. ഡ്രോവർ സ്ക്രീൻ 1 കൊടുത്തപ്പോൾ ആ ഡ്രോവർ സ്ക്രീൻ 1നെ നമ്മളിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ 2ഉം കൊടുക്കുക. ഡ്രോവർ സ്ക്രീൻ 2. ഇപ്പോൾ ഡ്രോവർ സ്ക്രീൻ 2ഉം ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത്, നമ്മൾ ഈ ഡ്രോവർ നാവിഗേറ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ നമ്മൾ എവിടെയെങ്കിലും വിളിക്കണം. നമ്മുടെ ഈ ഹോം സ്ക്രീനിൽ നമുക്ക് വിളിക്കാം ഡ്രോവർ നാവിഗേറ്റർ. ഡ്രോവർ നാവിഗേറ്ററിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രോവർ നാവിഗേറ്റർ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു 3 ലൈനുള്ള ഒരു മെനു ഐക്കൺ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രോവർ ഓപ്പൺ ആയി വരുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രോവർ ഓപ്പൺ ആയി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് 2 ഹെഡർ വന്നിട്ടുണ്ട്. അതായത് ഒന്ന് ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഹെഡർ വന്നിട്ടുണ്ട്, അതേപോലെ ഡ്രോവർ സ്ക്രീൻ 1 എന്ന് പറയുന്ന ഒരു ഹെഡറും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹോം സ്ക്രീൻ 1ൽ നിന്നുള്ള ഈ ഹെഡർ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് നമ്മൾ app.jsൽ വരിക. അതിൽ ഈ ഹോം സ്ക്രീനിൽ നമ്മൾ ഓപ്ഷൻ ആഡ് ചെയ്യുക. ഓപ്ഷൻസിനകത്ത് ഹെഡർ ഷോൺ എന്ന് പറയുന്ന ഒരു പ്രോപ്പ് ഉണ്ട്. അതിന് ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഹെഡർ ഹൈഡായി പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രോവറിൻ്റെ ഹെഡർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രോവർ ക്ലിക്ക് ചെയ്യുമ്പം ഡ്രോവർ ഓപ്പൺ ആകും. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പം നേരെ അത് രണ്ടാമത്തെ സ്ക്രീനിൽ പോകും. തിരിച്ച് നമ്മൾ ഡ്രോവർ ഓപ്പൺ ചെയ്യുന്നു, ഡ്രോവർ 1 സ്ക്രീനിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഡ്രോവർ 1ലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഡ്രോവർ നാവിഗേറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ. ഇനി ഇതിൽ കുറച്ച് പ്രോപ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഹെഡറിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നാവിഗേറ്റർ, അതായത് ഈ ഒരു ഡ്രോവറിനുള്ളിലെ സ്ക്രീൻസിൻ്റെ എല്ലാം ഹെഡർ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നാവിഗേറ്ററിനകത്ത് കൊടുക്കും. നാവിഗേറ്ററിനകത്ത് സ്ക്രീൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യും. സ്ക്രീൻ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. അതിൽ നമ്മൾ ഹെഡർ ഷോൺ എന്നുള്ള പ്രോപ്പ് ഫോൾസായിട്ട് സെറ്റ് ചെയ്യും. ഫോൾസായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ ആ ഹെഡർ ഹൈഡായി പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ.